അപ്പോൾ എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും അടിപൊളിയായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു മേക്ക് എ ഷോർട്സ് ഇൻ യൂട്യൂബ്. എല്ലാവരും ഇപ്പോൾ ചാനൽ തുടങ്ങാം കേട്ടോ. യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്ന ഏറ്റവും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ളൊരു വെബ്സൈറ്റും കൂടിയാണ് യൂട്യൂബ്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു. ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട്, എൻ്റെ ലൈവിൽ കുറേ പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഷോർട്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഒരു ഷോർട്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക, അത് എന്തൊക്കെ ചെയ്യണം ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വീഡിയോ മേക്ക് ചെയ്യുന്നതും ഞാൻ കാണിച്ചു തരാം. അത് അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. ലൈവ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ലൈവിൽ ബട്ടൺ അമർത്തുക. ഷോർട്സ്, ഹൗ ടു മേക്ക് എ ഷോർട്സ് ഇൻ എ പ്രോപ്പർ വേ ഈസ് ദാറ്റ് വാട്ട് ഐ എം ഷോയിങ് ടുഡേ ഇൻ യുവർ ഫോൺ. ഹലോ, അപ്പം ഞാൻ എങ്ങനെയാണ് ഷോർട്സ് ഇടുക എന്നാണ് ഫസ്റ്റ്. നമ്മൾ ഷോർട്സ് എങ്ങനെ ഇടുക എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഷോർട്സ് എടുക്കണം. ഏതാണ് ഇടാൻ പോകുന്ന വീഡിയോ അതെടുക്കണം. നെക്സ്റ്റ് അടിക്കണം. ആഡ് സൗണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമുക്ക് വേണ്ട സോങ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ട് എടുക്കുക. കുറേ സോങ് ചെക്ക് ചെയ്യുക. സോങ് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സോങ്ങിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തീം. ഞാൻ വിൻറ്റേജാണ് എപ്പോഴും കൊടുക്കാറ്. അപ്പോൾ ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. വൈറ്റ് ആൻഡ് ബ്ലാക്ക് എടുക്കാം. ഇനി ക്യാപ്ഷൻ കൊടുക്കണം. ഞാൻ എപ്പോഴും കൊടുക്കാറ് ട്രെൻഡിങ് ഷോർട്സ് തൃശ്ശൂർ പൂരം റിലേറ്റഡ് ആയിട്ട് കുറച്ചെണ്ണം, ഒരു 2 എണ്ണമൊക്കെ കൊടുത്താൽ മാത്രമേ ആൾക്കാർ വായിക്കുള്ളൂ. അപ്പോൾ 2 എണ്ണം മാക്സിമം കൊടുക്കാം കേട്ടോ. പിന്നെ അപ്ലോഡ് ചെയ്യാം. പ്രിപ്പയറിങ് കാണിക്കുക. അപ്ലോഡഡ്. അത് അപ്ലോഡ് ആവും കേട്ടോ വീഡിയോ. ഇത് അപ്ലോഡ് ആവും. 93% സ്റ്റാർട്ടഡ്. 100% പ്രൊസസ്ഡായി. അത് ചെക്ക് ചെയ്യും കേട്ടോ. കോപ്പി റൈറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. യൂട്യൂബ് ചെക്ക് ചെയ്യും. അപ്പോൾ റെഡി ടു വാച്ചായി. നമ്മൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പാട്ടൊക്കെ ശരിയല്ലേ എന്നൊക്കെ കറക്റ്റായി നോക്കുക. പിന്നെ ഹലോ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ടത് YT സ്റ്റുഡിയോ പറഞ്ഞ ആപ്പാണ് കേട്ടോ. YT സ്റ്റുഡിയോ ആപ്പിൽ നമ്മൾ ലാസ്റ്റായിട്ട് നേരത്തെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പോലെ ഇട്ട വീഡിയോൻ്റെ അവിടെ ഒരു പെൻ ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് എഡിറ്റ് ചെയ്യാം. ആ വീഡിയോന് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാണ്ട് ആഡ് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവിടെ എഴുതാം കേട്ടോ. ഞാൻ തൃശ്ശൂർ പൂരത്തിന് വെറുതെ എഴുതാനുള്ളൂ. പബ്ലിക്കാണോ നോക്കുക. പബ്ലിക് ആണെങ്കിൽ പബ്ലിക് അമർത്തുക. പിന്നെ ലൊക്കേഷൻ ആഡ് ചെയ്യുക. റിലേറ്റഡ് വീഡിയോ ഉണ്ടെങ്കിൽ അതിലും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ആഡ് ടു പ്ലേ ലിസ്റ്റ് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ആഡ് ടാഗ്സ് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതിലൊക്കെ ചെയ്യുക. നോക്കിയിട്ട് പ്ലേ ലിസ്റ്റ് ഇപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഓക്കെ ഉണ്ട്. ആ വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവും. വീഡിയോ എടുക്കുക. ഇതിലിപ്പോൾ 1 വ്യൂ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ തൃശ്ശൂർ പൂരത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, കേട്ടോ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക.
ഞാൻ ഇതിൻ്റെ ഒരു വലിയൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിടാം. ഇതാണ് ചെറിയൊരു സ്മോൾ വീഡിയോ ആയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്, 4 മിനിറ്റിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും ഇത് കാണുക, എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുക, ഷോർട്സ് ഇടുക, കൂടുതലായിട്ട് ഷോർട്സ് ഇടുക. ഒരു ദിവസം മിനിമം 10 ഷോർട്സ് എങ്കിലും ഇടുക. നമ്മളൊരു 11, 12, 13 ഷോർട്സ് വരെ ഒരു ദിവസം ഇടാൻ പറ്റും. അപ്പോൾ അത്ര എന്നും ഷോർട്സ് ഇടാൻ മറക്കാതെ ഷോർട്സ് ഇടുക. ലൈവിൽ കയറാൻ പറ്റുമെങ്കിൽ ലൈവിൽ കയറുക, അത് നമുക്ക് വാച്ച് അവേഴ്സ് കൂട്ടും. പിന്നെ പോസ്റ്റ് ഇടുക, വീഡിയോ ഇടുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊമോഷൻസൊക്കെ വരും. എല്ലാവരും വീഡിയോ ഇടുക. ഡേ ഇൻ മൈ ലൈഫൊക്കെ ഒരു ബെസ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ചാനൽ തുടങ്ങുക, ഷോർട്സ് ഇടുക. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം അഭിരാം. അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ. അപ്പോൾ കുടുംബ ഡാൻസ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോന് താഴെ ലൈക്ക് അടിക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.